Welcome to Cooking It Simple. ഇന്ന് ഞാനൊരു ഈസി കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ദോശക്കല്ലിലാണ് ഈ കുനാഫ ചെയ്തെടുക്കുന്നത്. ഒരു അറബിക് ഡെസേർട്ടാണ് കുനാഫ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ ലെയറും ഉള്ളിൽ ഇഷ്ടമുള്ള പോലെ ക്രീമിൻ്റെയോ ചീസിൻ്റെയോ ഫില്ലിങ് വെച്ചിട്ടാണ് ഈ ഒരു കുനാഫ ഉണ്ടാക്കുന്നത്. ക്രീം ഫില്ല് ചെയ്തിട്ടുള്ള കുനാഫയുടെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കുനാഫയുടെ ഡോ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതും നമ്മൾ ദോശക്കല്ലിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഇത്തവണ കാണിച്ചിട്ടുള്ളത് ചീസ് ഫില്ല് ചെയ്തിട്ടുള്ള കുനാഫയാണ്. ഓവണൊന്നും വേണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അക്കാര്യം മറന്നു പോകരുത്. ഇതിൻ്റെ ഡോ ഉണ്ടാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇടുന്നുണ്ട്. അതിൻ്റെ നേർ പകുതി, അതായത് 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടെടുക്കാം. അധികം ഉപ്പൊന്നും ആവശ്യമില്ല. അതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാവരുത്. അടിച്ചെടുത്ത മാവ് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിലെന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ നൂൽ പരുവത്തിൽ ഉള്ള കട്ടിയിലാണ് മാവ് വേണ്ടത്. നല്ല ലൂസാവാൻ പാടില്ല, അതുപോലെ നല്ല ടൈറ്റ് ആവാനും പാടില്ല. ഈ മാവിനെ നമുക്ക് ചുട്ടെടുക്കാനുള്ള സുഖത്തിനായിട്ട് ഞാനൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ അമർത്തി കഴിഞ്ഞാൽ ഞെങ്ങുന്ന ബോട്ടിലാവണം. ബോട്ടിലിൻ്റെ മൂടിയിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോൾ ഒരിക്കലും വലുതായി പോകരുത്. ചെറിയ ഹോൾ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലില്ലാത്തവർക്ക് നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാം. ആദ്യത്തെ ഒരു തവണ മാത്രം നിങ്ങളിതുപോലെ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ബോട്ടിൽ അമർത്തി പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. നിങ്ങൾ ചുറ്റിച്ച് തീരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ മാവ് വേവും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മാവിന് കട്ടിയുള്ളൂ. പിന്നെ മൈദ കൂടിയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. അപ്പം തന്നെ നിങ്ങൾ അടുപ്പത്തു നിന്ന് ഇത് എടുത്ത് കളയണം. ഇത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ക്രിസ്പി ആവേണ്ട, നമുക്കിത് വെന്ത് കിട്ടിയാൽ മാത്രം മതി. പിന്നെ മാവ് ഒരിക്കലും കട്ടിയിലാവരുത്. മാക്സിമം നേർപ്പിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചുറ്റിച്ച പാടന്നെ ഇത് എടുക്കണം. ഞാനിപ്പം ഈ ഒരു അളവിലുള്ള മാവ് ഒരു 15 പ്രാവശ്യമായിട്ടാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ മുട്ടമാലൊക്കെ ചെയ്യുന്ന ഏകദേശം ആ ഒരു മെത്തേഡൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു മാവ് ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് ഏകദേശം 240 ഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 1/4 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് റെഡിയാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു കവറിൻ്റെ അകത്തോ നന്നായിട്ട് ടൈറ്റാക്കി കവർ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കുനാഫ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് കുനാഫിൻ്റെ ഡോ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ചുറ്റിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് അതിനുശേഷം ഇതുപോലെ മുറിച്ചെടുക്കാനുള്ളതാണ്. ഞാനൊരു 1/4 കപ്പ് അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നല്ല നെയ്യാണ്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മാത്രം ഉപയോഗിക്കാം. നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അത്ര പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കുനാഫയുടെ മാവിലേക്ക് ഈ ബട്ടറിൻ്റെയും നെയ്യിൻ്റെയും മിക്സ്ചർ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പം ആ നെയ്യും ബട്ടറും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പില്ലാത്ത ബട്ടറായിരുന്നു ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നെയ്യ് അതിൽ മിക്സ് ചെയ്യാനായിട്ട്. ബട്ടർ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കരുത്. ഞാനിപ്പോൾ ആ എടുത്തിട്ടുള്ള ബട്ടറും നെയ്യും മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലെടുക്കുന്ന സമയത്ത് മാവ് ഇങ്ങനെ ഒരുമിച്ചിട്ട് കിട്ടണം. ആ ഒരു പാകമാണ് നമ്മുടെ കുനാഫൻ്റെ ഡോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒഴിച്ചിട്ട് ഇനി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 9 ഇഞ്ചിൻ്റെ ഒരു അലൂമിനിയം ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബേക്കിംഗ് ട്രേ എടുത്താൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലൂമിനിയം പാത്രം എടുക്കാം. ഞാൻ ഇതിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സാധാരണ അറബിക് സ്വീറ്റ്സിൽ ഷോപ്പിലൊക്കെ അവരുണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുനാഫ ഡോ ഇതിൻ്റെ മേലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആ കുനാഫ ഡോ മുഴുവനായിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഒരു ലെയറായിട്ടാണ് ചെയ്യുന്നത്, 2 ലെയറായിട്ടല്ല. പിന്നെ അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഡോ അമർത്തി കൊടുക്കണം. പിന്നെ സൈഡിൽ കുറച്ച് ഡോ ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് വേണം. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനുള്ളതാണ്. അപ്പോൾ സൈഡിലും കൂടെ നിങ്ങൾ ഈ ഡോ വെക്കണം. ഒരു കുഴി പോലെ ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് മൊസറല്ല ചീസാണ് ഫില്ല് ചെയ്യുന്നത്. 200 ഗ്രാം മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ഫില്ലിങ്ങും വെക്കാം. ഞാൻ മുന്നേ ക്രീം ഫില്ലിങ് ചെയ്തുള്ള കുനാഫ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നിങ്ങൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക, ലെവലാക്കി പ്രസ്സാക്കിയിട്ട് വെക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡോ ഉണ്ടാക്കിയിരുന്ന ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ തീ താത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് അടയ്ക്കാം. ഇനി ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് വേവിക്കരുത്. ഓരോ 1 മിനിറ്റ് 2 മിനിറ്റ് കൂടുന്ന സമയത്ത് ഇതൊന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീക്കി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു ഭാഗത്ത് തന്നെ ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കുനാഫൻ്റെ അവിടെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അതുപോലെ 1-2 ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വെക്കുന്ന പാത്രത്തിന് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടൊക്കെ അകത്ത് തന്നെ നന്നായിട്ട് നിൽക്കും. കുനാഫ റെഡി ആവുന്ന സമയത്ത് നമുക്കിതിനുള്ള ഷുഗർ സിറപ്പ് ചെയ്യാം. ഇതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചാൽ മതി. ഒരു നൂൽ പരുവം ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര പാനി തിക്കാവും. ഈ സമയത്ത് അടുപ്പ് ഓഫ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ നമ്മുടെ കുനാഫയുടെ തീ ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുനാഫ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അത് തുറക്കാതെ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ നോക്കും വേണം ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ചീസ് മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് കൊടുക്കണം തീ. അപ്പോൾ ഞാൻ സൈഡിൽ നിന്നൊക്കെ ഇതൊന്ന് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. അപ്പം പ്ലേറ്റിൽ മറിച്ചിട്ട സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന, അറബിക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ആ കറുപ്പ് പ്ലേറ്റിൽ നിന്ന് വൈറ്റിലേക്ക് മാറ്റി. കാരണം കറുപ്പ് പ്ലേറ്റിന് കുഴി പോലെ ആയതിനെ കൊണ്ട് കുനാഫ താഴ്ന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾ കുനാഫ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നീക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിന് ചെറിയ ചൂടുണ്ടാവണം. അതുപോലെ തന്നെ കുനാഫ ഏറ്റവും ബെസ്റ്റ് ചൂടോടെ സെർവ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ ശരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് സോക്കായിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു കുനാഫയ്ക്ക് പ്രത്യേകം പറയാനായിട്ട് കുറേ നേരത്തേക്ക് ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ടും ആ ഒരു ക്രിസ്പിനെസ് നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കുനാഫ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കുനാഫിൻ്റെ ഡോ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ചീസ് തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ക്രീമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. പിന്നെ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ ഇൻഗ്രീഡിയൻസും താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.